മനസ്സിലായില്ലേ? മനസാക്ഷി കുത്തുള്ള കോൺഗ്രസ്സുകാരനും ലീഗുകാരനും ഇത്തവണ വോട്ട് 9ാമത്തെ ക്രമ നമ്പർ ഡോക്ടർ പി സരിൻ. മനസാക്ഷിയുള്ള ലീഗുകാരനും കോൺഗ്രസ്സുകാരനും ഇത്തവണ പാലക്കാട് മാങ്കൂട്ടത്തിന് വോട്ട് ചെയ്യത്തില്ല. വോട്ട് ചെയ്യാൻ പോകുന്നത് പി സരിന് തന്നെയായിരിക്കും. സരിൻ അവിടെ നല്ല ഒന്നാന്തരമായിട്ടാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. 3ാം സ്ഥാനത്തെത്തുമെന്ന് തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരെയും മാറ്റി ചിന്തിപ്പിച്ചിട്ടാണ് സരിൻ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. സരിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വീകരണങ്ങളുള്ള ജനപ്രീതി അതിന് തെളിവാണ്. സരിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കോയില 9ാമത്തെ കേട്ടോ മറക്കണ്ട. എന്നാലും മത്സരിച്ച് വോട്ട് ചെയ്യാൻ തവണ എന്നാലും മത്സരിച്ച് വോട്ട് ചെയ്യാം. നമ്മുടെ ഭാഗത്ത് വികസനത്തിന് വേണ്ടിയിട്ടാണ് കൂടി ഉണ്ടാവും. മനസ്സിലാക്കുണ്ടാവും. പിന്നെ മറക്കുന്നുണ്ടാക്കുന്നത് 9ാമത്തെ പേരാണ് കേട്ടോ. ഒരുമിച്ച് ജയിക്കാൻ കുറെ നല്ലത് ചെയ്യാം. സ്റ്റേജിന് വേണ്ടിയിട്ടാണ് നേരത്തെ ഒരുപാട് നേരം സംസാരിച്ച് അല്ലെങ്കിൽ ചെയ്യാൻ മനസ്സുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയല്ലേ? അല്ലാതെ സ്വന്തം കാര്യം നോക്കുന്ന കോൺഗ്രസിനെ പോലെ UDF പോലെ BJP പോലെയല്ല. നാട് നോക്കാനും വീട് നോക്കാനും കുടുംബം പോറ്റാനും ഒരു സഖാവിനും സഹയാത്രികനും സാധിക്കുമെന്നുള്ളതാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ശക്തി. ആ ശക്തിയോടൊപ്പം ഒരു നാട് വലിയ ശരി തിരിച്ചറിയുന്ന തെരഞ്ഞെടുപ്പാണ് ഈ പാലക്കാടിന്റെ ഉപതെരഞ്ഞെടുപ്പ്. പാലക്കാട്ടത്തെ ജനതയുടെ വിലയേറിയ ഓരോ വോട്ടിന്റെയും വില എന്താണെന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. മനസ്സിലായില്ലേ? മനസാക്ഷി കുത്തുള്ള കോൺഗ്രസ്സുകാരനും ലീഗുകാരനും ഇത്തവണ വോട്ട് 9ാമത്തെ ക്രമ നമ്പർ ഡോക്ടർ പി സരിൻ. ചിഹ്നം ഡോക്ടർ തുടങ്ങ. ആ ചിഹ്നത്തിന് വോട്ട് ചെയ്യാൻ തയ്യാറാകും. അത് ഉറപ്പാണ്. പക്ഷെ നിങ്ങൾ പോയി ചോദിക്കണം. ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഈ ചിഹ്നമാണ് തിരയേണ്ടത്. തെരഞ്ഞെടുക്കണ്ടേ? അപ്പൊ എടുക്കാം. ഉണ്ടോ? കണ്ടറിഞ്ഞ് കട്ടൻ ചായറിയിരിക്കുന്നു. ഓ ചുക്ക് ശബ്ദം ഇതിലാണ്. ഇതാരുടെ വക? ഇടതുപക്ഷത്തെ വിളിച്ച് ആ പ്രദേശത്ത് സ്വീകരണം വേണമെന്ന് പറയാണ്. അപ്പൊ ഇവിടെ പറയണതല്ല, ഇവിടെ ആദ്യമായിട്ടാണ് സ്വീകരണം. ഇത് ആദ്യമായിട്ടാണെങ്കിലും ശരി, ഇനി അങ്ങോട്ടേക്ക് ഇടതുപക്ഷമല്ലാത്ത ഒരു പക്ഷം ഇവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ്. നമ്മൾ അവരെ അതുപോലെ നോക്കും, അതുപോലെ കളക്കും എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്ന വാക്ക്. പോലെ നവംബർ 20 നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുത്ത LDF നിർണായകൻ കടന്നു വരികയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പാസായി. നിങ്ങളെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. Gracias.
എല്ലാവർക്കും നമസ്കാരം. പോവാതെ ഈ സ്വീകരണത്തിന്റെ അവിടെ തന്നെ ഇങ്ങനെ കൂടി നിൽക്കുക. അത് അവരുടെ നന്മ ജയിക്കണം. പാലക്കാടിനെ പറഞ്ഞു പറ്റിച്ചവർ തോൽക്കണം. തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ ജയിച്ചു പോയിട്ടും 3 കൊല്ലം തികയണതിന് മുന്നേ രാജിവെച്ച് ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഒരു ഉപതെരഞ്ഞെടുപ്പിനൊപ്പം നിൽക്കാനാണ് ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും വോട്ട് ചെയ്യാൻ പോകുന്നത്. ആ വോട്ട് മുമ്പിലേക്ക് എടുത്തിട്ടോ ഈ വെളിച്ചത്തേക്കൊന്ന് ആ ചേരുകൾ പോട്ടെ കുട്ടികളെ. LDFന് ചെയ്ത് BJPയെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇടതിന്റെ രാഷ്ട്രീയത്തിനോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ജനകീയമായി ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെടാൻ നമുക്കുള്ള മനോ അവരുടെ വോട്ട് നമുക്കായിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ തർക്കിക്കുമായിരിക്കും. നമ്മുടെ അഭിവാദ്യങ്ങൾ.